താങ്കൾ ശാസ്ത്രീയാണെങ്കിൽ IPC 376 പ്രകാരം ഉണ്ടെന്നോ ശിക്ഷാർഹനാണ് എന്ന് ബോധിപ്പിക്കും. എന്താ IPC 376 പ്രകാരമോ? ബലാത്സംഗ കുറ്റമല്ലേ അത് പറയുന്നത്? അതേ ഒന്നുടേതേ. ബലാത്സംഗത്തിനുള്ള ഉപകരണവും ഭദ്രമായി സൂക്ഷിക്കുന്നുണ്ട്. അതിനും കൂടി ശിക്ഷിച്ചാലോ? പറഞ്ഞത് ശരിയാണല്ലോ. ഒരു ക്രിമിനൽ വക്കീലിന്റെ മകൻ തന്നെ ഈ കുറ്റത്തിൽ നിന്നും നമ്പൂതിരിയെ വിമുക്തനാക്കി കോടതി ഉത്തരവാകും. ഈ കേസ് വിധി പറയാനായി അടുത്ത മാസം 10-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. 1-ാം പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം അടുത്ത CC നമ്പർ 2022-227 മുഹമ്മദ് അലി വധക്കേസിലെ സാക്ഷി വിസ്താരം. സാക്ഷി ശാസ്താമംഗലം പത്മാലയത്തിൽ ശങ്കരൻ നായർ മകൻ കേശവൻ നായർ. ഇവരാണ് ഈ സാക്ഷിയെ കഴിഞ്ഞ ദിവസം പ്രോസിക്യൂട്ടർ വിസ്തരിച്ച് കഴിഞ്ഞതാണ്. കേശവൻ നായർ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. താങ്കളുടെ പേരെന്താണ്? ഇപ്പൊ കോടതിയിൽ വിളിച്ച പേര് തന്നെയാണ് എന്റെ പേര്. അതെന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. പത്മാലയം ശങ്കരൻ നായർ കേശവൻ നായർ. തൊഴിലെന്താണ്? ഞാനൊരു ഡോക്ടറാണ്. മൃഗഡോക്ടറാണോ? അല്ല, ഞാൻ പശുപതിയല്ല. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് താങ്കൾക്ക് PhD നൽകിയത്? ഏത് യൂണിവേഴ്സിറ്റിയാണ്? ഒരു യൂണിവേഴ്സിറ്റിയും എനിക്ക് PhD തന്നിട്ടില്ല. അപ്പോൾ താങ്കൾ മനുഷ്യ ചികിത്സിക്കുന്ന ഡോക്ടറാണോ? ആണല്ലോ. ഏത് വിഭാഗം? ഞാൻ സർജനാണ്. ഓഹോ, അപ്പോൾ പ്രശസ്ത സർജൻ ഡോക്ടർ കേശവൻ ഡോക്ടർ S. കേശവൻ നായർ താങ്കളെ എന്റെ ചോദ്യത്തിന് ഡോക്ടർ ഉത്തരം പറഞ്ഞില്ല. സ്വന്തം പ്രശസ്തിയെ പറ്റി ഞാൻ തന്നെ പറയുന്നത് ഉചിതമല്ല എന്ന് തോന്നുന്നു. നല്ല കാര്യം, അതിരിക്കട്ടെ. ഡോക്ടർ മുഹമ്മദ് എന്നൊരാളിനെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഒരു മാസം താങ്കൾ ശരാശരി എത്ര പോസ്റ്റ്മോർട്ടം ചെയ്യും? 40. ഈ മുഹമ്മദ് എന്ന ആളിനെ പോസ്റ്റ്മോർട്ടം ചെയ്തത് ഓർമ്മിക്കാൻ താങ്കൾക്ക് പ്രത്യേക കാരണം എന്താണ്? ഡോക്ടർ മുഹമ്മദ് അലി എന്റെ സ്നേഹിതനാണ്. അദ്ദേഹം ഇപ്പോൾ അബുദാബിയിലെ ഡോക്ടറാണ്. പേരിൽ സാമ്യമുള്ളത് കൊണ്ട് ഞാൻ ഓർത്തിരുന്നു, മാത്രമാത്രം. മരിച്ചവർ തന്നെയാണോ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്? ജീവിച്ചിരുന്നവർ ഇന്ന് വരെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചെയ്യണമെന്ന് തോന്നുന്നു. ശരി ശരി. ശരി ശരി. മുഹമ്മദ് അലി എപ്പോഴാണ് താങ്കൾ പോസ്റ്റ്മോർട്ടം ചെയ്തത്? കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 9:35. ഡോക്ടർ, ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം എന്നോട് വേണ്ടേ പറയാൻ? കോടതിയോട് ബോധിപ്പിക്കേണ്ടതാണ് എന്റെ ഉത്തരവാദിത്വം. ഈ മുഹമ്മദ് അലി 9:30 മണി തിങ്കളാഴ്ച താങ്കൾ മുഹമ്മദ് അലിയെ പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നല്ലേ ബഹുമാനപ്പെട്ട കോടതിയോട് താങ്കൾ ബോധിപ്പിച്ചിരിക്കുന്നത്? ആ സമയം മുഹമ്മദ് അലി മരിച്ചിരുന്നോ? ഇല്ല. അദ്ദേഹം എന്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാർ എന്നെ ഒന്ന് പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് പറഞ്ഞ് മേശ പറഞ്ഞു വരിക. Your Honor, please note this point. വക്കീൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? Your Honor, ഈ ഡോക്ടർ മരിക്കാത്ത ഒരാളിനെയാണ് മരിക്കാത്ത ഒരാളിനെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തതെന്ന് ഞാൻ സ്ഥാപിക്കുകയാണ്. ഡോക്ടർ പറഞ്ഞ മൊഴിയെ അത് സമ്മതിക്കുകയും ചെയ്തല്ലോ. താങ്ക് യു, യുവർ ഓണർ. ഡോക്ടർ, മുഹമ്മദിയെ പോസ്റ്റ്മോർട്ടം ചെയ്തതിന് മുമ്പ് താങ്കൾ അയാളുടെ പൾസ് നോക്കിയിരുന്നു? ഇല്ല. രക്തസമ്മർദ്ദം? അതുമില്ല. അപ്പോൾ താങ്കൾക്ക് അത് അത്ര ഉറപ്പിച്ചെങ്ങനെ പറയാൻ കഴിയും? ആ സമയത്ത് മുഹമ്മദ് അലിയുടെ തലച്ചോറ് എന്റെ മേശ പറഞ്ഞിരിക്കുകയായിരുന്നു. ഓ, അങ്ങനെ.
തലച്ചോറ് ജാതി മേശപ്പുറത്ത് ഇരിക്കുകയായിരുന്നെങ്കിലും അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വാദിച്ചാലോ? ശരിയാണ്, അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നുവെന്നും അയാൾ ഏതോ കോടതിയിൽ ആ സമയത്ത് സാക്ഷികളോട് കുട്ടിച്ചോദ്യം ചോദിക്കുകയായിരുന്നുവെന്നും ന്യായമായും അനുമാനിക്കാം. പ്രോസിക്യൂട്ടർ ഈ സാക്ഷിയോട് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? യുവർ ഓണർ, ഞാനിനി എന്ത് ചോദിക്കാനാ? ചോദിച്ച് എന്റെ പ്രിയപ്പെട്ട ഷംന ഒരു പരുവത്തിലായിരുന്നു. ശരി ശരി, ഈ കേസ് വിധി പറയാനായി അടുത്ത മാസം 15-ാം തീയതിയിലേക്ക് മാറ്റി. താങ്ക് യു, യുവർ ഓണർ.